ഹലോ ഡിയേഴ്സ്, ഇന്ന് സൺഡേ അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്പെഷ്യൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ രാവിലെ തന്നെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നേ. നമ്മൾ ചില്ലി ചിക്കന് വേണ്ടി കട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ചെറുതായിട്ട് വെറും കുഞ്ഞാക്കി കട്ട് ചെയ്ത് തരും കേട്ടോ. നമ്മളിങ്ങനെ വലിയ പീസായിട്ട് മേടിച്ച് നമ്മൾ തന്നെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടി നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ചില്ലി ചിക്കന് പൊതുവേ നമ്മൾ കൂടുതലും എല്ല വരാറില്ല. എന്നാലും കുഞ്ഞു കുഞ്ഞു എല്ലൊക്കെയുള്ള പീസുകളൊക്കെ വരുമ്പോൾ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാവേ. ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യാറ്. നമ്മൾ വീട്ടിൽ ആദ്യം തന്നെ ഈ ചിക്കനകത്ത് ഇച്ചിരി വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, അപ്പം നമ്മൾ ഇതിനകത്തുള്ള ബ്ലഡിൻ്റെ ആ ഒരു സ്റ്റെയിനും അതുപോലെ ബ്ലഡിൻ്റെ സ്മെല്ലും ഒക്കെ പോകാൻ വേണ്ടിയാണ്. നമ്മുടെ പീസിൻ്റെ ഓരോ ചിക്കൻ പീസിൻ്റെ സൈസ് കണ്ടില്ലേ, നമ്മൾ എന്നിട്ട് അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഇച്ചിരി തോരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് ഇച്ചിരി സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് വെക്കണം. ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇച്ചിരി മൈദ, ഉപ്പ്, കോൺഫ്ലവർ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മുട്ട ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാവേ. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇച്ചിരി മുളക് പൊടി കേട്ടോ. മുളക് പൊടി വേറെ ഒന്നുമല്ല, ഒരു ചെറിയ കളറിന് വേണ്ടി. പിന്നെ നമ്മൾ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി കൂടി ആഡ് ചെയ്തായിരുന്നേ. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാവേ. ഇതിനകത്ത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തേ, ആ എരി കിട്ടാനേ. എന്നിട്ട് നമ്മളതിനകത്ത് ഇച്ചിരി സോയാ സോസും അതുപോലെ തന്നെ ഇച്ചിരി ടൊമാറ്റോ സോസും പിന്നെ നമ്മുടെ ചില്ലി സോസില്ലേ, ഇതെല്ലാം കൂടി കുറച്ച് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് പിടിപ്പിച്ച് അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ കഴുകി നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെള്ളം വാരാൻ വേണ്ടി വെച്ചിരുന്നത്. എന്നിട്ട് ഇച്ചിരി നമുക്ക് കോട്ടിങ്ങിന് പൊടി കുറവുള്ളതുകൊണ്ട് ഇച്ചിരി മൈദപ്പൊടിയും അതൊരു കോൺഫ്ലവറും ആഡ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് ഒരു അരമുക്കാൽ മണിക്കൂർ നമുക്ക് വെച്ചേക്കാം കേട്ടോ. നമ്മളിത് ഫ്രിഡ്ജിലായിട്ടോ സ്റ്റോർ ചെയ്ത് വെച്ചേ. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ പോലുള്ള ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിലൊന്നും യൂസ് ചെയ്യത്തില്ല. അപ്പം നമ്മൾ എടുത്തത് സൺഫ്ലവർ ആയിട്ടോ. ഇത് കരിഞ്ഞു പോവാതെ മൂത്ത് പോവാതെ നമുക്ക് ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളറിൽ നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഫ്രൈ ചെയ്യുന്നതിലും 2-3 തവണയായിട്ടാണ് ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് നമ്മൾ ഇത് മാറ്റി വെച്ചേക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഇതിനുള്ള അരി ഒന്ന് കഴുകി ഇച്ചിരി നേരം കുതിർത്തിടാം കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഇത് വാഷ് ചെയ്ത് കുതിർത്തിടുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് എടുക്കാവേ. ഈ കുട്ടികൾക്കൊക്കെയാണെങ്കിൽ വെജിറ്റബിൾസ് വലിയ താല്പര്യമില്ലല്ലോ. അപ്പോൾ ക്യാപ്സിക്കം, അതുപോലെ ക്യാരറ്റ്, ബീൻസ്, ഉള്ളി ഇങ്ങനത്തുള്ള ഐറ്റംസൊക്കെയാണേ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നമ്മൾ അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞായിട്ടെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഇട്ടേ. എന്നിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിയുടെ പരിപാടികൾ നോക്കുകയാണേ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ നമ്മൾ ആദ്യം ചിക്കൻ വറുത്ത ആ എണ്ണയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് പിന്നെ സവോള, അതുപോലെ ക്യാപ്സിക്കം, പച്ചമുളക് ഇതെല്ലാം നമ്മൾ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട, സോട്ട് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. ക്യാപ്സിക്കം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇച്ചിരി ഉപ്പ്, പിന്നെ നമ്മൾ ഈ സോസുകളെല്ലാം നമ്മളൊന്ന് കലക്കി വെക്കുവേ. ചില്ലി, സോയ, ടൊമാറ്റോ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ വെക്കും. വേറൊന്നിനല്ല, നമ്മൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കറിയിൽ ആഡ് ചെയ്യാനേ. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ സോസ് 3 കൂടി ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സോസിനകത്ത് കിടന്ന ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഹസ്ബൻഡായിട്ടോ ഉണ്ടാക്കുന്നത്, വേറൊന്നുമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. ചേട്ടൻ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പ്രഗ്നൻസി ടൈമിലൊക്കെ എനിക്ക് എപ്പോഴും ഉണ്ടാക്കി തരുമായിരുന്നേ. നമ്മൾ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനോടി നമ്മൾക്കിനകത്ത് ഇട്ട് കൊടുത്ത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇതിന് വലിയ കളർ ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സോസൊന്നും ഒത്തിരി അങ്ങ് ചേർക്കണില്ല. നമ്മൾ കുറച്ചളവിലെ സോസ് ചേർക്കുന്നത്, എന്നാലും പുളിയൊക്കെ ആവശ്യത്തിനുണ്ടേ. നമ്മളിന്നത്തെ പിന്നെ ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുത്തത്, വേറെ ഒന്നുമല്ല, സ്പ്രിംഗ് ഒണിയനൊക്കെ വേണ്ടതായിരുന്നു, പക്ഷേ കിട്ടിയില്ല. നമ്മൾ 2-3 തവണ ഷോപ്പിൽ ചെന്നപ്പോഴും കിട്ടിയില്ല. പിന്നെ എല്ലാവർക്കും വേണമെന്ന് ആഗ്രഹം പറയുമ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കാമെന്നങ്ങ് കരുതിയേ. നമ്മളിപ്പോൾ ഇനി ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇച്ചിരി കോൺഫ്ലവറോട് മിക്സ് ചെയ്ത് നമ്മളൊന്ന് കുറുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, തിരക്കായിപ്പോയി. പിന്നെ നമുക്കിനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് നോക്കാമേ. അപ്പോൾ നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ നമ്മൾ വെജീസ് എല്ലാം അരിഞ്ഞ് വെച്ചില്ലേ,
കുനുകുനാ അരിഞ്ഞ് വെച്ചില്ലേ, അതെല്ലാം നമുക്കിതിനകത്തിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാവേ. എന്നിട്ട് കുറച്ച് എണ്ണ കൂടി ഒഴിക്കുന്ന വേറൊന്നിനല്ല, നമ്മൾ 2-3 എഗ്ഗ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ചിക്കി പൊരിക്കത്തില്ലേ തോരന്, അതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചോറിനകത്ത് കടിക്കാൻ കിട്ടുവേ ഈ മുട്ട. നല്ല രീതിയിൽ ചിക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും ഈ ഫ്രൈഡ് റൈസിന് റൈസ് തലേ ദിവസമേ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ലേ. നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ആദ്യം ഇച്ചിരി എണ്ണ കൂടി ആഡ് ചെയ്യുമല്ലോ. ഈ ഫ്രൈഡ് റൈസ് നല്ല രീതിയിൽ കുഴഞ്ഞു പോകാതെ കിട്ടാനൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് വെന്ത് ആവിയൊക്കെ പോകാൻ വേണ്ടി ഫാനിൻ്റെ കീഴിൽ വെക്കാമെങ്കിൽ ആ കാറ്റൂടെ അടിക്കുമ്പം ഇത് ഒട്ടിപ്പിടിക്കുന്നത് കുറയും കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഈ വെജിറ്റബിൾസും മുട്ടയൊക്കെ നമ്മളൊന്ന് സോട്ട് ചെയ്തില്ലേ, അതിനകത്തിട്ട് നമുക്ക് കുറച്ച് റൈസ് ഇട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാവേ. എന്നിട്ട് നമുക്ക് കുറച്ച് സോയാ സോസ് ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. അതുപോലെ ഇച്ചിരി ചില്ലി, ഇച്ചിരി ടൊമാറ്റോ സോസും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വലിയ പാത്രത്തിലാണ് ഉണ്ടാക്കിയത്, എങ്കിലും റൈസ് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. പിള്ളേരും എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നേ. 2ആയിട്ടാണ് ചെയ്തത്. ഈ സോസെല്ലാം കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഒരുപാട് സോസ് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറില്ല. പിന്നെ വല്ലപ്പോഴും അവരുടെ ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാറ്. നമ്മൾ ഈ നല്ല ചൂട് വേണേ, നല്ല ചൂട് ചെയ്യുമ്പോൾ നമുക്കൊരു തട്ടുകട ഫ്ലേവർ കിട്ടും. എന്ന് വെച്ചാൽ നല്ല ചൂടിൽ ഇതാവണം. പിന്നെ നമ്മൾ ഇതിനകത്തൊരു ചെറിയ ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി പഞ്ചസാര ആഡ് ചെയ്യുകയെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനേ. പിന്നെ കുരുമുളക് പൊടി ഇട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പം ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ചായിരുന്നേ. അപ്പോൾ ശരി, ബൈ.